ഹലോ, ഈദ് മുബാറക്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പെരുന്നാൾ എവിടെ വരെ ആയി? എൻ്റെ പെരുന്നാൾ ഇതേ പൊക്കോണ്ടിരിക്കുന്നു കേട്ടോ. ഇത്തിൻ്റെ വീട്ടിൽ പോവാണ്, ഞാനും മക്കളും അനിയത്തിക്ക് ഇത്തിൻ്റെ വീട്ടിൽ പോവാണ്. ഇത് പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. പെരുന്നാൾ എൻ്റെ വീട്ടിലായിരുന്നു, പിറ്റേന്നത് നമ്മൾ ഇത്തിൻ്റെ വീട്ടിൽ പോവാണ്. നമ്മൾ ചെന്നത് ഒരു രണ്ടരയൊക്കെ ആയ ടൈമിലായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ചെന്ന പടി ഒന്നും നോക്കില്ല, ഫുഡ് കഴിക്കാനിരുന്നു. സദ്യയായിരുന്നു. എനിക്ക് ബിരിയാണി, മന്തി, കപ്സ ഇതിനോടൊന്നും വലിയൊരു സുഖമില്ല. പക്ഷേ ഈ ഒരു സാധനമില്ല, സദ്യയോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അതെല്ലാം കഴിച്ച് നമ്മൾ ഒരു 5:30 കഴിഞ്ഞ ടൈമിൽ നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങി. ഇവരുടെ വീടിൻ്റെ ബാക്കിൽ കടലുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് കസിൻസും ഇത്തിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നടക്കാൻ ഇറങ്ങി. ഇപ്പോൾ ഇവരെ വിളിക്കണ ടൈമിൽ ഇവർക്ക് ഒരു മടുപ്പ് മാതിരി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഡെയിലി ഇത് കണ്ട് മടുത്ത് മരവിച്ച് ചത്തവർ. ഇവർക്കത് ഒരു സുഖമില്ല. പക്ഷെ നമുക്ക് ഈ കാണാതിരുന്ന് കാണുമ്പോൾ അത് ഭയങ്കര ഒരു സുഖമാണല്ലോ. ഈ കിട്ടാതിരുന്ന് കിട്ടുമ്പോൾ ഭയങ്കര വാല്യൂ ആണ് പറയണ പോലെ, കാണാതിരുന്ന് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ആക്രാന്തം പോലെയാണല്ലോ. ഈ വിശന്നിരുന്നിട്ട് ഫുഡ് കിട്ടാത്തവൻ്റെ മുമ്പിലോട്ട് ഫുഡ് കൊടുക്കുമ്പോൾ നമുക്കുള്ള ഒരു ഹാപ്പിനെസ് ഇല്ല. അതായിരുന്നു എനിക്കിവിടെ കണ്ടത്. എനിക്ക് ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ അടുത്തോട്ട് ചെന്ന് അതിന് തൊട്ടുകളിയൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയല്ല, ഒരു സന്ധ്യയൊക്കെ ആയി. ഭയങ്കരമായിട്ട് ഇരുട്ടായപ്പോൾ നമ്മൾ തിരിച്ചങ്ങ് പോയി. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന ടൈമിൽ ഒരു കടയിൽ കയറി. ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ. 30 രൂപയുള്ളൂ ഈ ഒരു കുടത്തിൽ മോരിന്. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇഞ്ചിയും പച്ചമുളകും അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ചതച്ചിട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് മോരോ തൈരോ എന്തോ ഒരു സംഭവം ഇതിലൊക്കെ ഒഴിച്ചിട്ട് സോഡയൊക്കെ പൊട്ടിച്ചൊഴിച്ച് തരുന്നൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത്. ഈ ചൂട് ടൈമിൽ ഇതൊക്കെ കുടിച്ചാലുണ്ടല്ലോ ഭയങ്കര നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുപ്പാവും. നമ്മൾ ഈ സ്നാക്സും കാര്യങ്ങളും ഒന്നും നോക്കാണ്ട് ഇങ്ങനെയുള്ള കരിക്ക് വെള്ളം, ഇത് കണക്കുള്ള മോര്, മറ്റേ എന്താ പറയുക സോഡ സർബത്ത്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ കുടിച്ചത്. ഇത് നമ്മൾ മറ്റേ ഇഞ്ചിയും പച്ചമുളകും ഉപ്പിട്ട് മോര് കുടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സോഡ ഒഴിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാട്ടോ കുടിക്കുന്നത്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 എണ്ണം മേടിച്ച് ഭയങ്കര വലിയൊരു കുടമാണത്. നമുക്ക് നല്ല രീതിയിൽ വയറ് നിറയും. അങ്ങനെ നമ്മളതെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകുന്ന ടൈമിൽ കുറച്ച് പടക്കവും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പെരുന്നാളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പണ്ടുള്ള ടൈമിൽ പെരുന്നാളിൻ്റെ തലേന്ന് തക്ബീർ കേൾക്കുന്ന ടൈമിൽ മൈലാഞ്ചി ഇടാനോടുക, പുതിയ ഡ്രസ്സ് തുന്നാൻ പോവുക, കടയിൽ പോവുക, ഇറച്ചി വാങ്ങിക്കുക, വളയും മാലയും വാങ്ങിക്കുക. പക്ഷെ അതൊക്കെ ഒരു സുഖമാണ്. മുല്ലപ്പ് കെട്ടുക, എന്താ പറയുക, പെരുന്നാളെന്ന് കേൾക്കുമ്പോൾ ആ മുല്ലപ്പൂൻ്റെ മൈലാഞ്ചിൻ്റെയൊക്കെ ഒരു മണം നമ്മുടെ വീട്ടിലിങ്ങനെ തിങ്ങി നിൽക്കും. അതൊക്കെയാണ് പെരുന്നാൾ. ഇപ്പോഴുള്ള പെരുന്നാളിനൊന്നും ശരിക്കൊരു വൈബില്ല. ഫാമിലിയോടൊക്കെ ഒത്തുകൂടുക, പക്ഷെ അതൊക്കെ ഒരു രസമാണ്. ഇപ്പോൾ ഒരു ബന്ധങ്ങൾക്ക് വിലയില്ലാത്ത ഈ ഒരു കാലത്ത് പക്ഷെ ഇതിനൊന്നും ഇപ്പോൾ ഒരു വിലയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അന്നത്തെ ഉള്ള ആ ഒരു വൈബ് ഇപ്പോൾ ഉള്ള ഒരു പെരുന്നാളിനും കിട്ടുന്നില്ല. പിന്നെ ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികളും ഞങ്ങളുടെ കുറച്ച് ഹാപ്പിനെസ്സും എല്ലാമായിട്ട് ഞങ്ങളിങ്ങനെ ഈ ഒരു പെരുന്നാൾ അൽഹംദുലില്ലാ റാഹത്തായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോയി. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇത് ഇവിടെ തീരുകയാണ്. അപ്പോൾ ശരി, ടാറ്റ, ബൈ.